എന്തുകൊണ്ട് നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? ഓരോ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ കുഞ്ഞുങ്ങൾ. എന്റെ ചേച്ചി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും തലയെല്ലാം മുടി വെച്ച് നയിക്കുന്നില്ല. കുളിക്കുമ്പോഴൊക്കെയാണ് ഇത്രയും കട്ട കണക്കിന് മുടി വരുന്നത്. എടാ, ഇതാണ് നിന്റെ പ്രശ്നം. ഈ ഹെയർ ഫോളിന് പറ്റിയൊരു അടിപൊളി പുതിയ ട്രീറ്റ്മെന്റ് നമ്മുടെ അടൂരുള്ള ആകൃതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആണുങ്ങൾക്ക് ഇങ്ങനെ യു ഷേപ്പിലല്ലേ പോന്നേ, അപ്പൊ അതേപോലെ ചില പെണ്ണുങ്ങൾക്കും തലയുടെ ഈ ഒരു ഭാഗത്ത് പോവാറുണ്ട്. അങ്ങനെ ഒരു ഹോർമോൺ ഉണ്ട്. അപ്പൊ ഈ ഒരു ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഡ്യൂട്രാസ്റ്റിറൈഡ് എന്ന് പറഞ്ഞൊരു സാധനം. ഈ സാധനം ഇഞ്ചക്ട് ചെയ്യാൻ ഭയങ്കര വേദനയാണ്. പക്ഷേ സ്പെക്ട്ര എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഇന്ത്യയിൽ നമുക്ക് മൈക്രോ നീഡിൽ ചെയ്താൽ മതി. അങ്ങനത്തെ ഡ്യൂടെക്സോം എന്നൊരു സാധനം ഇറക്കി. പുതിയ സാധനമാണല്ലേ? സാധനമാണ്. നമ്മുടെ പത്തനംതിട്ടയിൽ ആദ്യമായിട്ടാണ് ഡ്യൂടെക്സോം സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ലോഞ്ച് നടക്കുന്നത് അത് നമ്മുടെ സ്വന്തം ആകൃതിയിലാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഒറിജിനൽ ഹൈഡ്രാ ഫേഷ്യൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അടൂരിലുള്ള ആകൃതിയിലാണ്. ആകൃതിയിലെ ഹൈഡ്രാ ഫേഷ്യൽ ഒറിജിനൽ ആണെന്ന് പറയാൻ കാരണം ദേ ഈ കാണുന്ന ഐറ്റം ആണ്. ഇത് USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ ഹൈഡ്രാ ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. കൂടാതെ ഇവിടെയുള്ള സിറംസ് ഒക്കെ ഇമ്പോർട്ടഡും ആണ്. ഡോക്ടർ, ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് സ്കിൻ ആൻഡ് ഹെയറിന് വേണ്ടി ഓൾമോസ്റ്റ് ഓൾ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ബേസിക്സ് മുതൽ മോസ്റ്റ് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് വരെ നമ്മളിവിടെ എടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് പീൽസ് ഉണ്ട്, ലേസേഴ്സ് ഉണ്ട്, IV ഗ്ലൂട്ടഥയോൺ ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഹെയറിന് വേണ്ടി PRP, GFC, എക്സോസോംസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്യൂടെക്സോംസ് വരെ നമ്മൾ അവൈലബിൾ ആക്കി. ഇതൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ പേയ്മെന്റ് പ്ലാൻസ് ആയിട്ടും EMI പ്ലാൻസ് ആയിട്ടും അവൈലബിൾ ആണ്.